എല്ലാവർക്കും ശിഗ്നാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്നുണ്ടല്ലോ മിക്കവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ചക്കയും അതുപോലെ തന്നെ മുതിരയും വെച്ച് തയ്യാറാക്കിയെടുത്തിട്ടുള്ള വളരെ സിമ്പിളായതും എന്നുവെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മാത്രമല്ല ഇപ്പോൾ ചക്കയൊക്കെ ഇടിച്ചക്കയുടെ ഒരു സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ചോളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇടിച്ചക്ക പരുവത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചക്കയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ കേട്ടോ. അപ്പോൾ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ. അപ്പോൾ അതേ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് മുതിര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇതിനൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മളിത് കുറച്ച് നേരം മാത്രമേ വെക്കുന്നുള്ളൂ. തലേ ദിവസം ഒന്നും വെള്ളത്തിലിടുന്നില്ല. കാരണം ഈ ചക്കയും മുതിരയൊക്കെ ഒരേ പരുവത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ദേ ഇതിനായിട്ട് നമ്മളുണ്ടല്ലോ ചക്ക ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതിയുടെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ആൾക്കാർക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദേ ഇത്രയും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ തയ്യാറാക്കി കാണിച്ചു തരുന്നത്. അങ്ങനെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ദേ നമ്മളല്ലാതെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഇത്തിരി ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിനെ വളരെ ചെറുതാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം അധികം നൈസാക്കിയിട്ടല്ല, ഇതേ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടാണ് നമ്മളിതൊന്ന് മാറ്റി വയ്ക്കുന്നത്. ഇനിയുണ്ടല്ലോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഇതേപോലെ ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ. അതിനുശേഷം മഞ്ഞൾപ്പൊടി നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുതിര ഇട്ട് കൊടുക്കാട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ കുക്കറിൽ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടേ. പിന്നെ വെള്ളം, അപ്പോൾ ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാട്ടോ. അപ്പോൾ ഇവിടെ ഒരു 5 വിസിലാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വെന്തപ്പം തന്നെ ഇത് തുറക്കരുത് കേട്ടോ. വിസിലൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം ഒന്ന് തുറന്നാൽ മതി കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ ചക്കയും അതുപോലെ തന്നെ മുതിരയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് അത് നല്ല പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒരു 10 ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതേ ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇതേ ആദ്യം തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ചെറുള്ളിയും അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, ഇപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരും. അങ്ങനെ ദേ ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഇടിച്ച മുളകുണ്ടല്ലോ അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ദേ ഇത്രയും മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നാളികേരം ചെരുകിയതുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയും മുതിരയും ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും കൂടി ഇട്ടിട്ടുണ്ടല്ലോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പറയില്ലേ എന്താ പറയുക, വെള്ളമൊക്കെ ഇല്ലാണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇതായിട്ട് വരണം. എന്നാലാണ് അതിൻ്റെ ഒരു പരുവം വളരെ കറക്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അത് പോലെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അടി പിടിക്കാണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതേ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോയി അത് നന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതേ ഈ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക മുതിര തോരൻ ഇവിടെ റെഡി ആയിട്ടാ.
അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തനി നാടനായിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിലുണ്ടാക്കി തരുന്ന അതേ ഒരു രുചിയിലാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.